അധികാരികളുടെ അനാസ്ഥ മൂലം ഒരു നാട് വെള്ളപ്പൊക്ക കെടുതി അനുഭവിക്കുകയാണ്. കുട്ടനാട്ടിലെ വെളിയനാട് മാമ്പുഴക്കരി പ്രദേശവാസികളാണ് വെള്ളക്കെട്ടിന്റെ ദുരിതം പേറുന്നത്. മണിമലയാറ്റിൽ വെളിയനാട് രാമങ്കരി പഞ്ചായത്തുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്ത് പുല്ലും എക്കൽ മണ്ണും അടിഞ്ഞുകൂടിയതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. മണിമലയാറിന്റെ വെളിയനാട് മാമ്പുഴക്കരി ഭാഗമാണിത്. പുല്ലും മെക്കലും ചെളിയും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട പ്രദേശം. അതിന്റെ ദുരിതം പേറി ജീവിക്കേണ്ടി വരുന്നതാകട്ടെ ഈ പ്രദേശവാസികളും. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാട് മാറി കിട്ടണം. ഈ കാട് മാറി കിട്ടണം, ഞങ്ങൾക്ക് വഴി കിട്ടണം. വെള്ളത്തിലിറങ്ങി കുളിക്കാൻ മേല, കരുനായുടെ ബഹളമാണ്. ഇത് വഴിയെന്ന് പറഞ്ഞാൽ ഇല്ല. ഞങ്ങൾ നടന്ന് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ, ഒരു ആശുപത്രി പോകണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ. വെള്ളക്കെട്ട് മാത്രമല്ല ഇവരുടെ പ്രശ്നം. ഇടയ്ക്ക് വരുന്ന നീർനായയും ഇവരുടെ മറ്റൊരു പ്രശ്നമാണ്. ഒന്നും രണ്ടുമല്ല, 5 വർഷമായി ഈ നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാട് മാറ്റി കളയുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ജനല് പോലും തുറക്കാൻ മേല, കഥക് ജനല് ഒന്നും തുറന്നിടാൻ മേലാത്ത ഒരു സാഹചര്യം. കഴുനാടയാൻ, പാമ്പ്, പട്ടി, എലി എല്ലാം ഇതുകൊണ്ട് ബുദ്ധിമുട്ടന്നെ. ഞങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം വേണ്ടത് ഒരു വഴിയും. ഈ കാട് കണ്ടില്ലേ, എന്തോ കാടാ, വലിയ കഴുനായി പെരുമ്പാമ്പ് കിടന്നാൽ പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് പ്രായമുള്ളവരൊക്കെ ഈ ചെറിയ അസുഖം വന്ന് പോയി പറ്റാൻ പോലും ഒരു മാർഗ്ഗമില്ല. എന്നുവെച്ചാൽ ഈ വഴിയില്ലാത്ത ഏറ്റവും മെയിൻ പ്രശ്നം. നവകേരള സദസ്സിനൊക്കെ പോയി അപേക്ഷയൊക്കെ വെച്ച് തന്നിട്ട് ഒരു തക്കതായ ഒരു മറുപടി കിട്ടുന്നില്ല. അധികാരികളൊന്ന് മനസ്സ് വെച്ചാൽ ഇവരുടെ പ്രശ്നത്തിന് അതിവേഗം പരിഹാരം കാണാൻ കഴിയും. എക്കൽ മണ്ണ് നീക്കുകയും പുല്ല് പിഴുതുമാറ്റുകയും ചെയ്താൽ മാത്രം മതി. നിസ്സാരമെന്ന് തോന്നുന്ന പ്രശ്നം, പക്ഷേ ഇവിടുത്തുകാർക്കിത് ജീവിത പ്രശ്നമാണ്. മഴയൊന്ന് തോരാതെ പെയ്താൽ ഇവർക്ക് ആദിയാണ്. ഉള്ളതെല്ലാം വെള്ളം കൊണ്ടുപോകുമെന്ന ഭയം. ഇനിയെങ്കിലും ഇവരുടെ പ്രശ്നത്തിന് അധികാരികൾ പരിഹാരം കാണണം. റിപ്പോർട്ടർ, ആലപ്പുഴ.